السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه وأزواجه وذرياته ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال: صلوا كما رأيتموني أصلي. متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അള്ളാഹു അനുവദിക്കുന്ന ആയുസ് വരെ നാം ഇവിടെ ജീവിക്കുമ്പോൾ തഖ്വ നിലനിർത്തി ഈമാനുള്ള ഇഖ്ലാസുള്ള യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്: സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. പ്രവാചകൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണോ നമസ്കാരം നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ കണ്ടുപഠിച്ചത്, സഹാബത്ത് കണ്ടുപഠിച്ചു, നാം ഹദീസിൽ നിന്ന് പറഞ്ഞു കേട്ട് പഠിച്ചു, അതേ പ്രകാരം നിങ്ങൾ നമസ്കരിക്കണം. ഒരു ഇബാദത്തിന്റെയും പരിപൂർണമായ രൂപം ഖുർആനിൽ ഇല്ല. പ്രവാചക ഹദീസിലൂടെയാണ് ഓരോന്നും പഠിക്കാൻ പറ്റുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അല്ല എങ്കിൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കില്ല. ഇവിടെ കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ടല്ല കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൈകെട്ടുന്നത് പല കോലത്തിലാണ്. പലതരത്തിലുള്ള സലഫി ചിന്താധാരകൾ കടന്നു വന്നപ്പോൾ കൈകെട്ടന്റെ കോലമൊക്കെ മാറി. നമ്മളൊന്ന് ഹദീസിലേക്ക് പോകുക, രണ്ട് നമ്മൾ പഴയ കാലത്ത് പഠിച്ച സുന്നി മദ്രസയിലെ ഫിഖ് ഉണ്ടല്ലോ, കർമ്മശാസ്ത്ര ഗ്രന്ഥം, 2ാം ക്ലാസ്സിലെ, അതിൽ വ്യക്തമായിട്ട് ഹദീസ് പറയുന്നുണ്ട്. മുജാഹിദിന്റെ ആശയത്തിനെ പഠിക്കണമെന്നില്ല, അത് ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഫഅ യദഹു, നിസ്കാരം തുടങ്ങുമ്പോൾ പ്രവാചകൻ കൈകൾ ഉയർത്തി. ഖദവ മൻകിബൈഹി, തോളിന്റെ നേരെ. ഇത് 2ാം ക്ലാസ്സിലെ അറബി മലയാള പുസ്തകത്തിലുള്ളതാ. നമ്മൾ സുന്നി പഠിച്ച പുസ്തകത്തിനകത്തുള്ള സാധനമാണ്, മാറ്റിയതും വേണ്ട. അങ്ങനെ തന്നെ ഹദീസ്. നിസ്കാരത്തിലേക്ക് പ്രവാചകൻ കയറി നിന്നാൽ റഫഅ യദഹു, പ്രവാചകന്റെ കൈകൾ ഉയർത്തി. ഖദവ മൻകിബൈഹി, തോള് വരെ, വിരലുകളെല്ലാം അടുപ്പിച്ച നിലയിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈ തക്ബീറിന്റെ കൂടെ തന്നെ നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഖദവ മൻകിബൈഹി, ഇവിടെയാണ് പിടിച്ചത്. ഇങ്ങനെയല്ല സുന്നി മദ്രസ പഠിച്ചത്, മറ്റൊന്നുമില്ലല്ലോ. ഇങ്ങനെ പിടിക്കാൻ ഹദീസ് ഉണ്ടാ, ഇങ്ങനെ നിസ്കരിക്കാൻ ഹദീസ് ഉണ്ടാ. പല കോലത്തിലാണ് കൈ കിട്ടുന്നത്. ഒരു പള്ളിയിൽ തന്നെ ആലോചിച്ച്, പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ഒരു പള്ളിയിൽ തന്നെ, തൗഹീദിന്റെ പള്ളിയിൽ തന്നെ പല കോലത്തിൽ കൈകെട്ടുക. ചില ആൾക്കാർ ഇങ്ങനെ കെട്ടിയിരിക്കണാണ്, ചില ആൾക്കാർ ഇങ്ങനെ കെട്ടിയിരിക്കണാണ്, ചില ആൾക്കാർ ഇങ്ങനെ കെട്ടതൊക്കെ അവിടെ നിന്ന് കിട്ടിയത്. ഇതാണ് കറക്റ്റ് പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകൻ കാണിച്ചു കൊടുത്ത സഹാബത്തിനെ ഇങ്ങനെ പിടിച്ചു, ഇവിടെ ഇങ്ങനെ പിടിക്കാൻ പാടുള്ളൂ. അത് സുന്നി മദ്രസ പഠിച്ചത് ഹദീസാണ്, മാറ്റിയത് വേണ്ടത് സ്വഹീഹായ ഹദീസാണത്. ഇനി അതിനകത്ത് അങ്ങനെ വന്ന് അങ്ങനെയൊന്നുമല്ല. അതിനകത്തൊരു വിഷയം വരുമ്പോൾ അത് സ്വഹീഹായ ഹദീസാണോ എന്നാ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ തള്ളിക്കളയണം. നമ്മുടെ മദ്ഹബ് റസൂലുള്ളാഹിന്റെ മദ്ഹബാണ്. ഇങ്ങനെ പ്രവാചകൻ കൈകെട്ട് നെഞ്ചിൽ വെച്ചു. നെഞ്ചിൽ വെക്കുന്ന എന്തിനെയാ? ഞാൻ നെഞ്ചിൽ വെച്ച് പറയുന്നത് മലയാളത്തിൽ വാക്കുണ്ട്, ഞാൻ നെഞ്ചിൽ വെച്ച് പറയുന്നു, നെഞ്ചിൽ തട്ടി പറയുന്നു. അതാണ് ശരിക്ക് വജ്ഹത്തു വജ്ഹിയ. അതുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കണേ.
ദിവസം നിസ്കരിച്ചപ്പോൾ ഇങ്ങനെ കൈകൾ താഴേക്ക് പോയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ കിടക്കുന്നുണ്ട്. എന്തിനാ നിസ്കരിക്കുന്ന അങ്ങനെ? ഒരു കോലത്തിനും ഇല്ലാത്ത കോലം, ഏതെങ്കിലും ചിന്താധാര കടന്നു വരുന്ന രസം. അതൊന്നും സലഫീസം അല്ല കേട്ടോ. അതൊന്നും ഖുർആനും സുന്നത്തുമേ അല്ല, തോന്നിയ പോലെ കാണിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കെട്ടിയത്. ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളൊക്കെ മദ്രസയുടെ ഉസ്താദ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് മണിബന്ധത്തിൽ പിടിക്കുക എന്ന് പറയും. ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ചിൽ വെക്കുക. ഇതാണ് കൃത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന നമ്മളൊക്കെ ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ല വയറ് കെട്ടാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഇന്ന് വരെയും ഒരു ഉസ്താദന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഉസ്താദന്മാരും വയറ് കെട്ടാൻ കാണിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കൊണ്ടേ വെക്ക്, എന്നിട്ട് വജ്ഹത്ത് ഓതുക. അതാ ഹദീസിലുള്ളത്. അത് ശ്രദ്ധിക്കണം. 2, ഇത്രയും വിശാലമായുള്ള 1-ാം സഫ് 2-ാം സഫിൽ സ്ഥലം കെടുക്കുമ്പോ ഈ അങ്ങ് അറ്റത്ത് കൊണ്ട് വെച്ച് തൂണിച്ച് നിസ്കരിക്കുന്ന എന്താ തെളിവ് കടയിൽ? ഞാനിവിടെ മാത്രം ആദ്യമായിട്ട് എൻ്റെ ഈ 33 വർഷത്തെ ജീവിതത്തിൽ ഇവിടെ ആദ്യം കാണുന്ന പരിപാടിയാണ്. ഇവിടെ സ്ഥലം കിടക്കുന്നു, അവിടെ സ്ഥലം കിടക്കുന്നു, എന്നിട്ട് ആ തൂണിനോടൊപ്പം നിസ്കരിക്കുന്നു. അതിന്റെ ഹദീസ് എവിടെ? റസൂൽ പറഞ്ഞ എന്താ? വരുന്ന ആളുകൾ മുന്നോട്ട് കയറി നിൽക്കണമെന്നല്ലേ? 1-ാമത്തെ സഫിലേക്ക് കയറി നിൽക്കണം, അതല്ല ഹദീസ്. അത് കഴിഞ്ഞാലോ 2-ാമത്തെ സഫിലേക്ക് കയറി നിൽക്കണം. നിസ്കാരത്തിൽ മറ നിർബന്ധമാണ്. ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പേരെന്താ? മെഹ്റാബ് എന്ന. ഇതിന്റെ പേര് മിമ്പർ എന്ന. എന്താ മെഹ്റാബ് എന്ന് പറഞ്ഞ? ഇമാമിന്റെ മറയാണിത്. ഇനി ഇവിടെ വേറെ മറ വെക്കേണ്ട ആവശ്യമുണ്ടാ? എന്തൊക്കെ കാണിക്കുന്ന നിസ്കാരത്തിൽ? ഇത് മെഹ്റാബാണ്, എന്റെ മറയാണിത്. 1-ാമത്തെ സഫിലെ മറയാണ് ഞാൻ. 1-ാമത്തെ സഫിലെ ആളുകളാണ് 2-ാമത്തെ സഫിലെ മറ. ഇതിവിടെ നിൽക്കുന്ന ആൾക്കാർ ഒരു തൂണെടുത്ത് വെക്കുന്നതാണ്. ഇവിടെ കയറി നിൽക്കണം. ഒരാളെ സുന്നത്ത് നിസ്കരിച്ചാൽ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറണം. അതല്ല സുന്നത്ത്. ഫർദ് നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് ഇതൊക്കെ നമ്മുടെ കിതാബിലുള്ളതാണ്. ഇതൊന്നും പുതിയതല്ല. ഇതൊക്കെ നമ്മൾ സുന്നി മദ്രസ പഠിച്ചു വന്നത് ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. അത് ഹദീസാക്കി മനസ്സിലാക്കിയാൽ മതി. ഫർദ് നിസ്കരിച്ച സ്ഥലത്തിൽ നിന്ന് മാറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിച്ചു. മാറെന്ന് പറഞ്ഞാൽ ബാക്കിയപ്പോ നിൽക്കലാണ്. ഇത് എവിടുന്ന് കിട്ടിയത്? ഞാൻ കുറെ ഹദീസ് തപ്പി കുറെ പണ്ഡിതന്മാരോട് ചോദിച്ചു. അവരൊക്കെ വാ വിളിക്കുന്നു. ഇത് എവിടുന്ന് കിട്ടി? 1-ാമത്തെ സഫിൽ ഇഷ്ടമാതിരി പള്ളിയിലേക്ക് വരുന്നു. 1-ാമത്തെ സഫിലേക്ക് കയറുന്ന അവിടെ നിസ്കരിച്ച് അവിടെ ഇരിക്കണം. ഇതിവിടെ നിസ്കരിച്ച് നേരെ ബാക്കി ഇപ്പൊ കസേര എടുത്ത് വെക്കുക. അതൊന്നും മറയല്ല. ഇതാര് പഠിപ്പിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ ഖുർആനും സുന്നത്തും പറയുന്ന പണ്ഡിതന്മാർ ആരും പഠിപ്പിച്ച് കാണത്തില്ല. ഇത്രയും വിശാലമായ സ്ഥലം 1-2 സഫിൽ കടക്കും, ബാക്കി പോയിട്ട് കസേര വെച്ച് നിസ്കരിക്കുക. ശ്രദ്ധിക്കണം. അത് വിശാലമായി മുമ്പിലേക്ക് കയറി നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് മറയാതെ സ്വീകരിക്കേണ്ടത്. ഇനി ഇവിടെ ഒന്നും സ്ഥലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര പോകുമ്പോൾ അസറിന്റെ സമയമായി. അതാണ് ഈ മറയുടെ ഹദീസ്. അവിടെയാണ് സ്വഹീഹായ ഹദീസ്. ഇമാം ബുഖാരിയിലുണ്ട്. ഇന്നലെ സെർച്ച് ചെയ്തു. അവിടെ നബി ഒട്ടകത്തെ മറയാക്കി. ഇതാണ് ആകെയുള്ള ഹദീസ്. ഒട്ടകത്തെ മറയാക്കി. വിശാലമായ മരുഭൂമിയായി. ഇവിടല്ല, പള്ളിയിലല്ല. അത് വിശാലമായ മരുഭൂമിയിൽ ഒട്ടകത്തെ മറയാക്കി നബി നിസ്കരിച്ചു. അപ്പൊ സ്വഹാബത്ത് നബി അതെന്താണ്? അത് വിശാലമായ മരുഭൂമിയാണ്, അവിടെ മരങ്ങളില്ല, തോടുകളില്ല, പെറ്റികളില്ല. അപ്പൊ നിസ്കരിക്കുമ്പോ ഒരു അടയാളം വെക്കണം. ഇതാണ് സ്വഹീഹായ ഹദീസ്. ഇമാം ബുഖാരിയിലെ 1703-ാമത്തെ ഹദീസാണത്. പക്ഷെ പള്ളികളിൽ അതല്ല ചെയ്യേണ്ടത്. ഇത്രയും വിശാലമായി കിടക്കുമ്പോൾ അവിടെ കൊണ്ട് കസേര വെക്കുക, അവിടെ കൊണ്ട് തൂണ് വെക്കുക. എന്തെന്നാണത്? ഒരാള് പള്ളിയിലേക്ക് വന്ന് ഞാൻ പറയാറുണ്ട്, കയറി നിസ്കരിക്കണം. അതാണ് പ്രവാചകന്റെ ഹദീസ്. അതൊന്ന് ശ്രദ്ധിക്കണം. 2, 3-ാമത്തത്, നിസ്കരിക്കുമ്പോ വെള്ളമുണ്ടല്ലാതെ കൊടുക്കരുത്. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ കള്ളി തുണ്ണിടുമ്പോഴൊക്കെ സമ്മതിക്കുക. നിങ്ങൾ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെ മയ്യത്തിന് പുറത്തിടാൻ വേണ്ടി കയ്യിലിടാൻ സമ്മതിക്കുക? നിങ്ങൾ പറയും. വെള്ളം പിന്നെ കള്ളികളുള്ള വെള്ളം വെള്ളം അല്ലാത്ത വസ്ത്രം ധരിക്കാൻ സമ്മതിക്കും നിങ്ങൾ? പിന്നെന്താ ഇബാദത്തിലേക്ക് വരുമ്പോൾ എന്ത് വെള്ളമുണ്ടല്ലാതെ കൊടുക്കുന്നത്? ഇതെന്ത് കാണിക്കുന്നത്? പടച്ചവന്റെ മുമ്പിൽ നിൽക്കുകയല്ല, നല്ല വസ്ത്രത്തിൽ വരണ്ടേ, അത്രക്കെ പൂശി അങ്ങനെ വരണം അല്ലാന്റെ മുമ്പിൽ. നിങ്ങൾ അങ്ങനെയല്ലേ മയ്യത്ത് കൊണ്ടുപോണത്? അതൊക്കെ ഒന്ന് ഇല്ലാത്തതുകൊണ്ടല്ല പിശുക്കത്തരമാണ് കാണിക്കുന്നത്.
കൈലിമുണ്ട് എന്ന് പറയുന്ന മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, നിസ്കരിക്കാൻ വേണ്ടിയല്ല. നിസ്കരിക്കാനേ ഉപയോഗിക്കാൻ പാടില്ല. ചിത്രമുള്ള ഒരു വസ്ത്രം കണ്ടപ്പോ റസൂൽ ചൂടായിരുന്ന ഇപ്പൊ പിള്ളേരുണ്ടല്ലോ നൈബറിന്റെ ഉടുപ്പ്, അതൊന്നും പാടില്ല. ജേഴ്സി അതൊന്നും പാടില്ല നിസ്കരിക്കാൻ. അതൊന്നും ഇടാൻ പാടില്ല. നമ്പറുള്ളത്, ഈ ഇംഗ്ലീഷ് അക്ഷരമുള്ളത്, ചിത്രമുള്ളത് ഒന്നും ഇടാൻ പാടില്ല നിസ്കരിക്കാൻ. നിസ്കാരത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. പടച്ചവന് വിചാരിച്ച് ഖുർആൻ പറഞ്ഞാൽ ഫവൈലുല്ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം. ഖുർആൻ ആയത്തല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചതുപോലെ അറിയാത്ത ചോദിക്കണം, അത് ചോദിച്ച് പഠിക്കണം. കോലം കെട്ടി ഇബാദത്ത് ചെയ്യരുത്. റസൂൽ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബെ, ഞങ്ങളുടെ ഇബാദത്തുകളിൽ പ്രവാചകന്റെ സുന്നത്തിനെ പരിപൂർണമായി പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഖുർആനും സുന്നത്തും അനുസരിക്കുന്ന അഹ്ലു സുന്നയുടെ ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇബാദത്ത് പരിപൂർണമായ പ്രതിഫലത്തോടുകൂടി സ്വീകരിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ പള്ളിയിലുണ്ട്, വീടുകളിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്. പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെ ആരുടെ മുമ്പിൽ തലകുനിച്ച് കൈനീട്ടി ജീവിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ മയ്യത്തിന് കടമുള്ള മയ്യത്താക്കല്ല റഹ്മാനെ. കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും റഹ്മത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, മക്കളെ കൊണ്ട് കരയാൻ ഞങ്ങൾക്ക് നീ ഇടവരുത്തല്ല റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങളുടെ തല കുനിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കല്ല റഹ്മാനെ. പടച്ചവനെ, ചീത്തപ്പേര് കേൾപ്പിക്കുന്ന മക്കളാക്കല്ല റഹ്മാനെ. ഈ നാടിനെ, ഈ പരിസരങ്ങളെ, ഇവിടെയുള്ള എല്ലാ യുവാക്കളെയും ലഹരിയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ലഹരിയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ലഹരിയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഈ നാട്ടിൽ നിന്ന് ലഹരിയും ലഹരി പദാർത്ഥങ്ങളും ലോട്ടറിയുമെല്ലാം തുടച്ചു നീക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربي اغفر ولوالدي ربي ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.